2 Korinthos 12:9. എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു. പറഞ്ഞ എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നിനക്ക് എന്റെ കൃപ മതി, കൃപ മതി, എന്റെ ശക്തി മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. അപ്പൊ ബലഹീനത വന്നാൽ, ഇപ്പം ജെയ്സൺ തോമസ് എന്താണ്, ഒരു ബലഹീനതയിലാണ്. എന്താണ്, കമ്പനി ലാപ്സായി പോയിക്കൊണ്ടിരിക്കുന്നു. അയാൾക്ക് ശമ്പളം കിട്ടിയിട്ട് 5 മാസമായി. ഈ ബലഹീനത ഇനി പ്രവർത്തിക്കാൻ എന്താ പറയണത്? അടുത്ത വായിച്ച് എന്തെന്നാൽ ബലഹീനതയിലാണ് ദൈവത്തിന്റെ ശക്തി പ്രവർത്തിക്കുന്നത്. ഈ കമ്പനി പൊക്കിയെടുക്കാൻ ദൈവത്തിന്റെ ശക്തി മാത്രമേ ഉള്ളൂ. ദൈവത്തിൻ്റെ ശക്തി വേണമെന്നുണ്ടെങ്കിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കണം. സാധാരണ ലെവലിലുള്ളതിന് അത്ഭുതം എന്നല്ല പറയണത്. സാധാരണ അവർ കഴിഞ്ഞുകൊണ്ടിങ്ങനെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകും. പക്ഷേ എക്സ്ട്രാ ഒരു വിഷയം വന്നാൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കണം. ദൈവം അത്ഭുതം പ്രവർത്തിക്കാൻ ഒരു പ്രോജക്റ്റേ ഉള്ളൂ, അത് ഉടമ്പടിയാണ്. അത്ഭുതം ഇടീ തോമസിൻ്റെ കമ്പനി രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ, ജെയ്സൺ തോമസിൻ്റെ കമ്പനി രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ മാനുഷികമായിട്ട് ഓപ്ഷൻസ് ഒന്നുമില്ല. പിന്നെയുള്ളത് എന്താണ്? ദൈവികമായ ശക്തി പ്രവർത്തിക്കണം. ദൈവമായ ശക്തി പ്രവർത്തിക്കണം. ദൈവം പ്രവർത്തിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമില്ല. ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്ന ഫോർമാറ്റിലേക്ക് നമ്മൾ വരണം. ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്ന ഫോർമാറ്റ് എന്താണ്? ബൈബിളിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അത് ഉടമ്പടിയാണ്. പുറപ്പാടിൻ്റെ പുസ്തകം 34:10. പുറപ്പാട് 34:10. ശ്രുതികട ഹല്ലേലൂയ. പുറപ്പാട് 34:10. പുറപ്പാട് 34:10. അവിടുന്ന് അരുളി ചെയ്തു. അവിടുന്ന് അരുളി ചെയ്തു, ഇതാ ഞാൻ ഒരു ഉടമ്പടി ചെയ്യുന്നു. ലോകത്ത് ഒരിടത്തും ഒരു ജനതയുടെ ഇടയിലും നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ നിന്റെ ജനത്തിന്റെ മുൻപിൽ ഞാൻ പ്രവർത്തിക്കും. ഇതാണ് പ്രശ്നം. മനസ്സിലായില്ലേ? ഉടമ്പടിയും അത്ഭുതവും തമ്മിലാണ് ബന്ധം. അത്ഭുതങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയും, ഇപ്പം നമ്മൾ കൃപാസനത്തിൻ്റെ നിങ്ങളെ പുതിയ യൂട്യൂബ് കണ്ടോ? ഒരു ദിവസം 100 സാക്ഷ്യം വെച്ചാൽ കിട്ടണത്. അത്ഭുത സാക്ഷ്യങ്ങൾ 100 ഇപ്പോൾ പുതിയതല്ല. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് ആദിമസഭയുടെ മുഖമുദ്രയാണ്. അത് അപ്പോസ്തലന്മാരൊക്കെ തിരഞ്ഞെടുക്കുമ്പോഴും, നിങ്ങളുടെ അപ്പോസ്തലന്മാരെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയണതും, പ്രവാചകന്മാർ, അതുപോലെ തന്നെ സുവിശേഷ പ്രഘോഷകർ, അത്ഭുതം പ്രവർത്തിക്കുന്നവർ എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പം ചില കാര്യങ്ങൾക്ക് അത്ഭുതം, ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്, അത്ഭുതം പ്രവർത്തിക്കുന്നവർ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 12:28. 1 കൊരിന്ത്യർ 12:28. ദൈവം സഭയിൽ ഒന്നാമത് അപ്പോസ്തലന്മാരെയും രണ്ടാമത് പ്രവാചകന്മാരെയും മൂന്നാമത് പ്രബോധകരെയും തുടർന്ന് അത്ഭുത പ്രവർത്തകർ, രോഗശാന്തി നൽകുന്നവർ, സഹായകർ, ഭരണകർത്താക്കൾ, വിവിധ ഭാഷകളിൽ സംസാരിക്കുന്നവർ എന്നിവരെയും നിയമിച്ചിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം നിയമനമാണ് ശരിക്കും. ഇപ്പം സഹായകരെന്ന് പറഞ്ഞു കണ്ടില്ലേ? അപ്പോൾ ആദ്യം അപ്പോസ്തലന്മാർ, പിന്നെ പ്രവാചകർ, 4ാം സ്ഥാനത്താണ് ഈ അത്ഭുതം പ്രവർത്തിക്കുന്നവർ, 5ാം സ്ഥാനത്താണ് രോഗശാന്തി പ്രവർത്തിക്കുന്നവരും, അതിൻ്റെ കൂടെ തന്നെയാണ് സഹായകർ. സഹായരെന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം നമ്മൾ തന്നെ ഇവിടെ എന്തുമാത്രം എത്രയോ വർക്കേഴ്സ്, 100 വർക്കേഴ്സ് ഉണ്ട് ഇവിടെ. ശുശ്രൂഷകർ എന്ന് പറയുന്ന കർത്താവിൻ്റെ ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യണത്. 10 ഉടമ്പടിക്കേണ്ട 13 കൗണ്ടേഴ്സ് ഉണ്ട്. ഈ 13 കൗണ്ടേഴ്സ് കൊണ്ട് 4.5 മണിക്കൂർ കൊണ്ടാണ് ഉടമ്പടി പ്രോസസ്സായി എടുക്കുന്നത്. അതിനുള്ളിൽ 100 പേരുടെ സഹായം നമുക്ക് കിട്ടിയാലേ ഇത് നടത്തിക്കൊണ്ടു പോകാൻ പറ്റത്തുള്ളൂ. അത് സഹായകരുന്നു. പക്ഷേ അത് സഹായം ഒരു ശുശ്രൂഷയാണ്, അതൊരു ഫങ്ഷനല്ല, ഒരു വർക്കല്ലത്, അതൊരു മിനിസ്ട്രിയാണ്. സഹായകരെ ആദിമസഭയിലുണ്ടായതാണ്. പക്ഷേ ഇതെല്ലാം അപ്പോസ്തലന്മാർക്ക് വിധേയമായിരിക്കണം. അപ്പോസ്തലന്മാരുടെ സ്ഥാനത്തുള്ള ആരാണ്? ബിഷപ്പുമാരാണ്. അതുപോലെ അതിനുശേഷം ഈ പ്രവാചകന്മാർ വരെ ബിഷപ്പുമാരാണ്. അതിനകത്ത് പ്രഘോഷകരുണ്ടാവും, പ്രവാചകരുണ്ടാവും.
അതെല്ലാം വചന പ്രഘോഷമായിട്ട് ബന്ധപ്പെട്ട മിഷണറീസാണ്. അപ്പോൾ അവരെല്ലാം ആരായാലും ശരി അപ്പോസ്തലന് വിധേയമായിരിക്കണം. അപ്പോസ്തലനാണ് അധികാരം ദൈവം കൈമാറിയിരിക്കുന്നത്. അപ്പോൾ ഇത് സഭയുടെ ഒരു സ്ട്രക്ചറാണ്. അതിൻ്റെ ഭാഗമായിട്ട് ചില സമയത്ത് ഒരു വ്യക്തിക്ക് ഒരു ദൈവം ഒരു അത്ഭുതം പ്രവർത്തിക്കേണ്ടാതെ നിക്കക്കളില്ലാതെ വരുവാൻ. ഇപ്പോൾ ജെയ്സൺ തോമസിൻ്റെ പ്രശ്നം അതല്ലേ. ജെയ്സൺ തോമസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പുറപ്പാട് 34:10 അനുസരിച്ച് കൊണ്ട് ദൈവം ഉടമ്പടി സ്ഥാപിച്ചിരിക്കുന്നത് അത്ഭുതം പ്രവർത്തിക്കാൻ തന്നെയാണ്, ഒരു സംശയമില്ല കരുതില്ലേ. പക്ഷേ ആ അത്ഭുതം പ്രവർത്തിക്കുമ്പോൾ ഈ ജെയ്സൺ തോമസ് എന്താ ചെയ്തിരിക്കണത്? ഉടമ്പടി എടുത്ത ഉടനെ എന്ത് അത്ഭുതമാണ് അവിടെ നടന്നത്. ഉടമ്പടി എടുത്ത് ആ യൂട്യൂബിൽ കിടക്കുന്നുണ്ട് ആ സാക്ഷ്യം, കഴിഞ്ഞ ആഴ്ച ഇട്ടതാണ്. ഈ ജെയ്സൺ തോമസ് കൂപ്പുകുത്തണ തൻ്റെ സീറോയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന തകർച്ചയെ ബാധിക്കുന്ന കമ്പനി രക്ഷപ്പെടാൻ വേണ്ടി മാതാവുമായിട്ട് മധ്യസ്ഥയിൽ ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ സെക്കൻഡുകൾക്കുള്ളൊരു ഒരാഴ്ചക്കുള്ളൊരു സംഭവം നടക്കും. എന്താണ്? ബർബേഷ എന്ന് പറയുന്ന ഒരു ഗുജറാത്തുകാരനാണ് CEO. അയാളാണ് ഇതിനെ തലപ്പത്തിരിക്കുന്നത്. അയാളുടെ സ്റ്റിയറിങ്ങിലാണ് കമ്പനി പോണത്. അയാൾക്കാണ് 1 കോടി രൂപ ശമ്പളം, ഒരു വർഷമാണ് 10 ലക്ഷം രൂപ വെച്ച് മാസം. അയാൾ ഈ ഉടമ്പടി എടുത്തോടുകൂടി പൊടുന്നനെ രാജിയായിക്കളയും. പൊടുന്നനെ രാജിവെച്ച് പോകും, ആരോടും ചോദിക്കാതെ പൊടുന്നനെ രാജിവെച്ച് പോവുകയും കമ്പനിക്ക് പിന്നെ ഓഫർ കിട്ടുകയും പെട്ടെന്നാണ് കമ്പനി ഷൂട്ടപ്പ് ചെയ്തിട്ട് ജെയ്സൺ തോമസ് CEO ആവും. ഇതിൻ്റെ വിഷയം അതാണ്. ഇത് നമ്മൾ നടക്കുന്ന ഒറ്റ ആഴ്ച കൊണ്ട് നടക്കുന്ന അത്ഭുതമാണിത്. അങ്ങനെ ചില ജീവിതത്തിൻ്റെ ചില ഭാഗത്ത് ദൈവം അത്ഭുതം പ്രവർത്തിക്കാതെ വേറെ ഒരു മാർഗമില്ലാതെ വരും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയണത്, ദൈവത്തിന് ചെയ്യാൻ പറ്റുന്ന ജോലി ഉണ്ടെങ്കിൽ മാത്രമേ ഉടമ്പടി എടുക്കാവൂ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തെ കക്ഷി ചേർക്കാതിരിക്കണം നല്ലത്. കാര്യം ദൈവത്തിൻ്റെ നമ്മളിൻ്റെ അകത്ത് കക്ഷിയാക്കുമ്പോൾ ഫുൾ ആൻഡ് ഫുൾ ദൈവമായിരിക്കണം. ഇത് മറ്റത് കുറച്ച് നിങ്ങളിലും ആശ്രയിക്കും, ദൈവത്തിനും ആശ്രയിക്കും. ഇപ്പം നിങ്ങൾ പഠിക്കുന്നവരുണ്ടെങ്കിൽ, നല്ലോണം പഠിക്കുന്നവരുണ്ടെങ്കിൽ ദൈവം അതിൻ്റെ അകത്ത് കക്ഷിയാക്കേണ്ട കാര്യമില്ല. അത് നിങ്ങൾക്ക് ജനറ്റിക്കൽ ബ്ലെസ്സിങ്സ് നേരത്തെ തന്നിട്ടുള്ളതാണ്. ഉൽപ്പത്തി 1:28 സന്താന പുഷ്ടിയുടെ പെരുകണം, ഭൂമിയെ കീഴടക്കണം. അപ്പോൾ ജീവിതം ഏത് സാഹചര്യത്തിലായാലും ജീവിതത്തെ കീഴടക്കാനുള്ള ബുദ്ധിയും ശേഷിയും ശേമുഷിയും ഒക്കെ ദൈവം ഓൾറെഡി ബൈ ബർത്ത് ഇറ്റ് ഈസ് ഗിവൺ. അതിന് ജനറ്റിക്കൽ ബ്ലെസ്സിങ്സ് എന്ന് പറയും. ഈ ജനറ്റിക്കൽ ബ്ലെസ്സിങ്സിനെ കവർ ചെയ്തുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടായാൽ ആണ് ഉടമ്പടി വരണത് ശരിക്കും. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ബീന എസ് നായർ ഒരു സാക്ഷ്യം പറഞ്ഞു. ബീന എസ് നായർ ആ സാക്ഷ്യമുണ്ട്. എന്താ സാക്ഷ്യം എന്ന് പറയണത്? അവരൊരു ജ്യോതിഷിയാണ്, ജ്യോതിഷം പഠിച്ച ആളാണ്. അപ്പോൾ അവരത് പറയുന്നുണ്ട്, ഞാൻ ജ്യോതിഷിയാണ് എന്ന് പറയുന്നു. പക്ഷെ അവരുടെ സാക്ഷ്യം എന്താണ്? അവരുടെ മകന് 1, 2, 3 136 കല്യാണമാണ് വരണം. 136 കല്യാണം അവരത് പറയുന്നുണ്ട് സാക്ഷ്യത്തിൽ. 136 കല്യാണം വന്നിട്ട് ഒരെണ്ണം പോലും ഒക്കണില്ല. ഇവനിപ്പോൾ എന്നാ പറ്റി? 36 വയസ്സായി. അപ്പം മെരിട്ട് പോയി. 36 വയസ്സെന്ന് പറയുമ്പോൾ യൂറോപ്യൻസാണ് സാധാരണ 35 വയസ്സിൽ കെട്ടണത്, കല്യാണം കഴിക്കണത്. അവരുടെ പഠനവും പ്രൊഫഷനൊക്കെ സെറ്റ് ചെയ്തിട്ട് അവർ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ഡേറ്റ് ചെയ്ത് കുറേ ആൾക്കാർക്ക് ഉപേക്ഷിച്ച് അങ്ങനെ അവസാനം ചൂസ് ചെയ്ത് ആരെങ്കിലും ഒരാളെ കല്യാണം കഴിക്കും. എന്തെങ്കിലും നിൽക്കുന്നുണ്ടാകുന്നത് വേറെ വിഷയം. അത് അവരുടെ കൾച്ചറിൻ്റെ ഒരു വിഷയമായിട്ട് മാറുകയാണ്. പക്ഷെ നമ്മുടെ കൾച്ചർ അങ്ങനെയല്ല. നമ്മുടെ കൾച്ചറിൽ ഇപ്പോൾ 18 വയസ്സ് തന്നെ ആൾക്കാർ കല്യാണം കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലേ? പണ്ട് പോലെ ഇവിടെ നിലവിലുള്ള ആചാരമാണ്. അതല്ലേ ഈ ഏകീകൃത സിവിൽ കോഡ് വേണമെന്ന് ഗവൺമെൻറ് പറയണത്. അതിൻ്റെ ഉദ്ദേശത്തിന് പല ഉദ്ദേശമുണ്ട്. കാര്യം ഇവിടുത്തെ ഒരു പൗരനാകുമ്പോൾ സ്വാഭാവികമായിട്ടും പൊതുവായിട്ടുള്ളൊരു കോഡ് വേണമെന്ന് ഒരു സെക്കുലർ ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത് സ്വാഭാവികമാണ്. അത് നമ്മുടെ വിഷയമല്ല. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം ഇവിടുത്തെ കല്യാണപ്രായം ഒരു 24 വയസ്സാണ് ഒരു മിനിമം. അതായി ആ മിനിമത്തിൽ നിന്ന് മാറിയിട്ട് മെറിറ്റ് പോവുകയാണ്. ഹൗ ഹീസ് ലൂസിങ് ഹിസ് മെറിറ്റ്, ദാറ്റ്സ് ഐ ആം പോയിൻറ്റിങ്. അതായത് അയാളുടെ മെറിറ്റ് എങ്ങനെയാണ് പോണത്? 24 വയസ്സ് കഴിഞ്ഞ് 25 വയസ്സായി, 26 വയസ്സായി, 30 വയസ്സായി, 31ആയി, 32ആയി, കല്യാണം ഇങ്ങനെ വരുന്നു പോകുന്നു, ഒന്നും ഒക്കണില്ല. 36 വയസ്സായി, 136 കല്യാണങ്ങൾ വരുന്നെന്ന് പറയുമ്പോൾ അവിടെ മെറിറ്റ് 0 മെറിറ്റ് വന്നു. മാനുഷ്യമായി 0 മെറിറ്റായി. ഈ 0 മെറിറ്റായി കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ ഉടമ്പടി വർക്ക് ചെയ്യാൻ എങ്ങനെ? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. നോട്ട് ബൈ മെറിറ്റ് എന്ന് പറയുന്നുണ്ട്. മെറിറ്റിൻ്റെ അകത്ത് അവിടെ ഒരു സാധനവും ഇല്ല. നിങ്ങളെന്താ പറയുക? പല കാര്യങ്ങളും നിങ്ങൾക്ക് മെറിറ്റുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ഉടമ്പടി വെക്കണത്.
അതുകൊണ്ടാണ് നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാതെ വരണത്. നിങ്ങൾക്കോ ഇതിപ്പോൾ പ്രാർത്ഥിച്ചില്ല നടക്കും. എൻ്റെ ആങ്ങളെയാണ് പഞ്ചായത്ത് പ്രസിഡൻറ്റ്. ഇപ്പം ലൈഫിൻ്റെ വീട് വരുമ്പോൾ എനിക്ക് കിട്ടുമെന്ന് പറയത്തില്ലേ? എൻ്റെ ആങ്ങളെയാണ് പഞ്ചായത്ത് പ്രസിഡൻറ്റ്, അത് ലൈഫിൻ്റെ വീട് വരുമ്പോൾ എനിക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ട് നിങ്ങളിവിടെ കൊണ്ടുവന്ന് മാതാവിനോട് വീട് തരണമെന്ന്, ലൈഫിലെ വീട് തരണമെന്ന് പറയുമ്പോൾ വിഷയമാകും. കാര്യം എന്താണ്? മെറിറ്റ് നിങ്ങൾ ഓൾറെഡി ഹൈജാക്ക് ചെയ്തിട്ടുണ്ട്. ആങ്ങളെ വെച്ച് നിങ്ങളുടെ മെറിറ്റ് ഹൈജാക്കാക്കി, പിന്നെ അത് ഉടമ്പടി വെച്ച് ദൈവത്തിന് എന്താ നാണം കെടുത്തണത്? അവിടെയാണ് ലാഗിങ് വരണത്, ഉടമ്പടി ലാഗിങ് വരണത്. ഇത് 0 മെറിറ്റാണ്. ഇപ്പോൾ ബീനേസ് നായറിൻ്റെ മകനെ സംബന്ധിച്ചിടത്തോളം കല്യാണം എന്ന് 136 കല്യാണം കഴിഞ്ഞു, വന്നു പോയി, കണ്ടിട്ട് ഒന്നിനും ഒത്തില്ല. പിന്നെ അദ്ദേഹത്തിന് 36 വയസ്സുമായി. 0 മെറിറ്റാണ്. ഈ 0 മെറിറ്റുള്ള ആൾ എങ്ങനെയാണ് ഉടമ്പടി എടുക്കുമ്പോൾ ആ ആഴ്ചത്തന്നെ കല്യാണം നടക്കണേ? എങ്ങനെ? ഇതാണ് പുറപ്പാട് 34:10. എന്താണ്? ഞാൻ നീയുമായിട്ടൊരു ഉടമ്പടി ചെയ്യാം, നിനക്ക് 0 മെറിറ്റാണെങ്കിലും ശരി. ഞാൻ 0 മെറിറ്റ് വരുമ്പോഴാണ് അത്ഭുതം പ്രവർത്തിക്കണത്. വീണ്ടും വചനം വായിച്ചേ. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. എഫെസ്യൻസ് 2:8. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ.